അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണനുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ്. തട്ടിപ്പിന് ഉപയോഗിച്ച 21 അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. ഇതിലൂടെ 500 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായാണ് കണ്ടെത്തൽ. സായിഗ്രാമം ഡയറക്ടർ അനന്തകുമാർ 2 കോടിയും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് 46 ലക്ഷവും വാങ്ങിയെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു. കേസിൽ ആനന്ദകുമാറിനെയും പ്രതി ചേർത്തേക്കും എന്നും വിവരങ്ങൾ വരുന്നു. വിശദാംശങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അല്ലെങ്കിൽ വാർത്തയായി ഇത് മാറുകയാണ്. പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണനുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും എന്ന വിവരങ്ങൾ വരുന്നു. അതിനൊപ്പം തന്നെ തട്ടിപ്പിനിരയായ കൂടുതൽ നേതാക്കളുടെ പേരുകൾ വരുന്നു. അവർ എത്രത്തോളം രൂപ തട്ടിപ്പിനിരയായിട്ടുണ്ട്, ഏതെല്ലാം രീതിയിലാണ് തുക അടക്കമുള്ള കാര്യങ്ങളൊക്കെയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെളിവെടുപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നത്? പ്രിയ, ഗുഡ് മോർണിംഗ്. ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ തെളിവെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അനന്തു കൃഷ്ണൻ അതായത് ഹൈക്കോടതിയുടെ അടുത്ത്, എറണാകുളത്തെ ഹൈക്കോടതിയുടെ ഇത്തരത്തിൽ ഫ്ളാറ്റ് എടുത്തതും അവിടെയാണ് ഈ ഓഫീസായി പ്രവർത്തിച്ചതും. ഇവിടെയാണ് ഇന്ന് പ്രധാനമായും തെളിവെടുപ്പ് നടക്കുന്നത്. ഈ 2 ഫ്ളാറ്റുകളിലും ഇന്ന് തെളിവെടുപ്പ് നടക്കും. മാത്രമല്ല ഈ സോഷ്യൽ ബി അവഞ്ചിയിലെത്തിയായിരിക്കും ഇന്ന് പ്രധാനപ്പെട്ട തെളിവെടുപ്പ്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഇവിടങ്ങളിൽ മറ്റ് രേഖകളെല്ലാം തന്നെ പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലുമെല്ലാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം അനന്തകൃഷ്ണനെ മൊഴി എടുത്തപ്പോൾ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അതിൽ പ്രധാനമായും ഈ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് 46 ലക്ഷം രൂപ വാങ്ങിയെന്നും അതുപോലെ ഈ സായിഗ്രാമം ഡയറക്ടർ ആനന്ദകുമാർ ഇത്തരത്തിൽ 2 കോടിയോളം രൂപ വാങ്ങിയെന്നും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ബാങ്ക് വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചു വരികയാണ്. എന്തായാലും ഇത് വാങ്ങിയതുമായി ബന്ധപ്പെട്ടും അതുപോലെ ഈ പൈസ കൊണ്ട് പലയിടങ്ങളിലായി ഭൂമി വാങ്ങിയതിന്റെ എല്ലാം തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുകയാണ്. എന്തായാലും ആനന്ദകുമാറിനെ കൂടി പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അത് ഉടനെ ഉണ്ടാകും. അതിനുശേഷം അയാളെ അടക്കം വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ലാലി വിൻസൻ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസൻ 46 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച് ഈ പ്രതിയായ അനന്തകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ഏതായാലും അനന്തകൃഷ്ണൻ 21 അക്കൗണ്ടുകൾ നിലവിൽ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ 500 കോടിയുടെ രൂപ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം തന്നെ വിവരങ്ങളും വിശദമായ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ്. എന്നാലും കൂടുതൽ ആളുകളിലേക്കും ഈ അന്വേഷണം നീളുന്നു. കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഈ അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പ് നടത്തിയത് ഇത്തരത്തിൽ NGO എന്ന കൂട്ടായ്മയുടെ കോൺഫെഡറേഷൻ ഡയറക്ടർ എന്ന രീതിയിലായിരുന്നു. നേരത്തെ അയാൾ കേന്ദ്രത്തിന്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്താനായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ പിന്നീട് NGO കോൺഫെഡറേഷൻ എന്ന കൂട്ടായ്മയുടെ കോർഡിനേറ്റർ ആണെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനിയും പ്രധാനപ്പെട്ട വിവരങ്ങൾ വരാനുണ്ട്. അതിനായുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് നടക്കുന്ന കൊച്ചിയിലെ നഗരത്തിലെത്തിച്ച് പ്രതി അനന്തകൃഷ്ണനുമായി നടത്തുന്ന തെളിവെടുപ്പാണ്. അതിൽ പ്രധാനപ്പെട്ട രേഖകളാണ് തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നെന്തായാലും പോലീസ് ചോദിച്ചറിയില്ല. ഇയാളുടെ ഫ്ളാറ്റ് അടക്കം പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ്. മാത്രമല്ല ലാലി വിൻസെന്റ് ആണ് ഈ ഫ്ളാറ്റ് അടക്കം ഈ അനന്തകൃഷ്ണന് അന്ന് വാങ്ങി നൽകിയതും. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി ചോദിച്ചറിയുകയാണ്. നിലവിൽ മൂവാറ്റുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അനന്തകൃഷ്ണൻ ഉള്ളത്. ഈ കസ്റ്റഡിയിൽ വിട്ടത് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അതിന്റെ വിശദമായ ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുകയാണ്. അതുള്ള നിരവധി കേസുകൾ ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലും ഇപ്പോൾ അനന്തകൃഷ്ണനെതിരെ വരികയാണ്. മൂവാറ്റുപുഴയിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ പ്രതി ചേർത്ത് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ തെളിവെടുപ്പിലേക്കാണ് പോലീസ് കടക്കുന്നത്. ശരി, അർച്ചന തുടരുക.